ഇപ്പോൾ പെരിയ ഇരട്ട കൊലപാതക കേസിലെ വിധി അറിയാൻ കൊച്ചിയിലെത്തിയ ശ്യാംലാലിന്റെ അച്ഛൻ PV സത്യനാരായണൻ, കൃപേഷിന്റെ അച്ഛൻ കൃഷ്ണൻ എന്നിവർ സുധീഷ് ഗോപാലിനൊപ്പം ചേരുകയാണ്. അതിലേക്ക് കൂടി ഇപ്പോൾ നമ്മളോടൊപ്പമുള്ളത് ഈ നീണ്ട നിയമ പോരാട്ടത്തിനൊടുവിൽ ഇന്ന് വിധി പറയുന്ന പെരിയ ഇരട്ട കൊലപാതക കേസിലെ ആ വിധി നേരിട്ട് കേൾക്കാൻ വേണ്ടി എത്തിയിട്ടുള്ള കൃപേഷിൻ്റെ അച്ഛനും അതോടൊപ്പം തന്നെ ശരത്ലാലിൻ്റെ അച്ഛനുമാണ്. അത് കൃപേഷിൻ്റെ അച്ഛൻ കൃഷ്ണനിലേക്ക് നമുക്കൊന്ന് പോവാം. ഈ ഒരു വലിയ നീണ്ട ഒരു പോരാട്ടം തന്നെയായിരുന്നു. അതും ഒപ്പം നിന്നവർ നിരവധി പ്രതിസന്ധികളെ അതിജീവിച്ച് തന്നെയാണ് ഇതിലൊരു നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടം നടത്തി. എങ്ങനെ കാണുന്നത്? ഈ കേസ് തുടക്കം മുതൽ ഈ കേസ് ഞങ്ങളെ പ്രതികളെ കൂടെയാണ് ഈ ഗവൺമെൻറ് നിന്നത്. ഈ ഗവൺമെൻറ് കോടിക്കണക്കിന് ചെലവിട്ട് ഈ കേസ് ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി ആദ്യം ലോക്കൽ പോലീസ് അന്വേഷിച്ചു. ലോക്കൽ പോലീസ് അന്വേഷണം വന്നപ്പോൾ അത് അടുത്ത് ക്രൈംബ്രാഞ്ച് അന്വേഷണം ആവശ്യപ്പെടാതെ കൊണ്ട് തന്നെ ക്രൈംബ്രാഞ്ച് അന്വേഷണം വന്ന ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിന് നല്ല രീതിയിൽ ഉദ്യോഗസ്ഥന്മാർ അന്വേഷിക്കുമ്പോൾ ഉദ്യോഗസ്ഥന്മാരെ മാറ്റുകയും പിന്നെ ഒരു ഉദ്യോഗസ്ഥൻ വന്ന് അയലയും മാറ്റി മൂന്നാമത്തെ ഉദ്യോഗസ്ഥനാണ് ഈ കേസ് കൈകാര്യം ചെയ്തത്. ആ തമിശം ഞങ്ങൾക്ക് അതിൽ തമിശം കൂടി ഇങ്ങനെ കൊണ്ടാണ് ഞങ്ങൾ ഈ അന്വേഷണം മുമ്പോട്ട് ഞങ്ങൾക്ക് ഈ പ്രതികൾക്ക് ശിക്ഷ കിട്ടൂല, ഈ പ്രതികൾ ഇത് രക്ഷപ്പെടും എന്നുള്ള ഇതുകൊണ്ടാണ് ഞങ്ങൾ CPI അന്വേഷണത്തിലേക്ക് പോയത്. ആ CPI അന്വേഷണത്തിൽ ആവശ്യപ്പെട്ട് കോടതിയിൽ വാദിച്ച് CPI സുപ്രീം കോടതി ഞങ്ങൾക്ക് കേസ് അത് ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി കോടിക്കണക്കിന് ഉറുപ്പിക ഡൽഹിയിൽ നിന്ന് വക്കീലിനെ കൊണ്ടുവന്ന് ഇതിനെതിരായി വാദിച്ചു ഗവൺമെൻറ്. അതൊക്കെ മറികടന്നുകൊണ്ടാണ് ഞങ്ങളെ വക്കീൽ അൻസഫലി വക്കീൽ ഞങ്ങളെ ഈ കേസ് സുപ്രീം കോടതി വരെ എത്തിച്ചു തന്ന ഫലമായി ഞങ്ങൾക്ക് CPI അന്വേഷണം വന്നു. CPI അന്വേഷണത്തിൽ ഈ പ്രതികൾ ഒരു 10 പ്രതികൾ കൂടി. ആ 10 പ്രതികളും ഇപ്പോൾ കൂടി 24 പ്രതികളാണ്. 24 പ്രതികളിൽ ഇവർക്ക് 24 പ്രതികൾക്കും ശക്തമായ ശിക്ഷ കിട്ടുന്നില്ല പ്രതീക്ഷയോടു കൂടിയാണ് ഞങ്ങൾ കുടുംബം ഇന്ന് ഇവിടുത്തെ വന്നിട്ടുള്ളത്. ഈ ഒരു വിധി അത് നൽകുന്ന ഒരു സന്ദേശം കൂടെ ഉണ്ടല്ലോ സമൂഹത്തിന്, അത് ഏത് രീതിയിലാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്? അത് പ്രതീക്ഷിക്കുന്നത് വെച്ചാൽ ഈ കൊല ചെയ്യുന്ന ഈ പാർട്ടി ഈ CPM എന്നുവെച്ചാൽ ഒത്താശ ചെയ്ത് കൊടുത്ത് CPMൻ്റെ നേതാക്കന്മാർ ഒത്താശയോടെ കൂടി ലില്ലയിൽ ഇരുന്ന് സംസാരിച്ചിട്ടാണ് ഈ കൊലപാതകം നടത്തുന്നുള്ളത്. ആ കൊലപാതകത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇതിൽ ഇപ്പോൾ KV കുഞ്ഞിരാമൻ, മുൻ MLA KV കുഞ്ഞിരാമനും ലോക്കൽ സെക്രട്ടറി ബാലകൃഷ്ണനും ബ്ലോക്ക് പ്രസിഡന്റ് മണികണ്ഠനും എല്ലാം ഇതിൽപ്പെട്ടിട്ടുണ്ട്. കേസിൽ പ്രതികളാണ്. അപ്പോൾ അവർക്കൊക്കെ ഈ ഫലമായി അവർക്കൊക്കെ ശിക്ഷ കിട്ടിക്കഴിഞ്ഞാൽ ഇത് നാളേക്കൊരു ജനങ്ങൾക്കൊരു സന്ദേശമായി. ഇനി ഇതൊരു കൊല ചെയ്താൽ ഇങ്ങനത്തെ ഫലം കൊലപാതക രാഷ്ട്രീയത്തിനെതിരായിട്ടുള്ള ഒരു യുദ്ധം കൂടെ, നിയമയുദ്ധം കൂടെ ആയിരുന്നു. അതെ, കൊലപാതകത്തിന് രാഷ്ട്രീയമായിട്ട് നിയമയുദ്ധമായിരുന്നു നമ്മൾ നടത്തിയത്. ആ നിയമയുദ്ധം ഞങ്ങൾ വിജയിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഇന്ന് CPI കോടതിയിൽ നിന്ന് നല്ലൊരു വിധി കിട്ടുന്ന നല്ല പ്രതീക്ഷയോട് കൂടിയിട്ടാണ് നമുക്ക്. ഇപ്പം നമ്മളോടൊപ്പം ശരത്ലാലിൻ്റെ അച്ഛൻ സത്യനാരായണൻ കൂടി ചേരുകയാണ്. അദ്ദേഹത്തിൻ്റെയും വാക്കുകളൊന്ന് കേൾക്കാം. എന്തു തന്നെയായാലും വലിയ ഒരു നീണ്ട പോരാട്ടം, അതിൽ പ്രതിസന്ധികൾ എന്ന് പറയുമ്പോൾ ഒപ്പം നിന്ന് അഭിഭാഷകൻ പോലും മറുപക്ഷം ചേരുന്ന സാഹചര്യങ്ങൾ, അതിനെയൊക്കെ എങ്ങനെയാണ് നേരിടാൻ സാധിച്ചത്? ഇന്ന് എന്ത് തരത്തിലുള്ള ഒരു വിധിയാണ് പ്രതീക്ഷിക്കുന്നത്? അത് നേരിടാൻ സാധിച്ചതെന്ന് വെച്ചാൽ കൃത്യമായ സാക്ഷികളെ വിസ്തരിക്കുന്നുണ്ട്. തെളിവുകളാണല്ലോ നമ്മൾക്ക് ഏറ്റവും പ്രധാനം. കോടതിക്ക് ശിക്ഷ വിധിക്കണമെങ്കിൽ സംശയാതീതമായി തെളിയിക്കപ്പെടുക. അത് തെളിയിക്കാൻ പറ്റുന്ന സാഹചര്യം നമ്മൾ ഉണ്ടാക്കി കൊടുത്തു. കാരണം ഈ CK ശ്രീധരൻ എന്ന വക്കീൽ ഉദ്ദേശിക്കും പോലെയല്ല നമ്മൾ പ്രവർത്തിച്ച് സത്യസന്ധമായി പ്രവർത്തിച്ചു. അതിന് തക്ക ഇയാൾ ഉദ്ദേശിച്ച കള്ളത്തരത്തിൽ വാദിച്ച് ജയിക്കാമെന്നുള്ള രീതിക്കാന്ന് പാർട്ടി വിട്ടുപോയി. ആ പാർട്ടി വിട്ടു പോയി കഴിഞ്ഞാൽ സത്യത്തിൽ പിണറായി വിലക്കെടുത്തുകയാണ്. സുപ്രീം കോടതി വരെ പോയിട്ട് പ്രതികൾ രക്ഷിക്കാനുള്ള സംവിധാനം ഇല്ലാതിരിക്കുമ്പോൾ ലാസ്റ്റ് ഒരടവാണ് ഈ CK ശ്രീധരൻ. അത് ഇതിന് മുമ്പും അവർ ചെയ്തതാണ്. അപ്പോൾ CK ശ്രീധരനെ വിലക്കെടുത്ത് കഴിഞ്ഞാൽ അപ്പോൾ പാർട്ടിയിൽ പോയി കഴിഞ്ഞാൽ മാത്രമേ വക്കാലത്തെടുക്കാൻ പറ്റൂ. കോൺഗ്രസിനകത്ത് നിന്ന് കഴിഞ്ഞാൽ കോൺഗ്രസ്സുകാരെ എതിരെ നിൽക്കാൻ പറ്റുമല്ലോ. അതുകൊണ്ട് ആദ്യം പാർട്ടി മാറി, അത് വക്കാലത്ത് ഏറ്റെടുത്തു. അപ്പോൾ അത്ര നീചമായ ഒരു പ്രവൃത്തി അങ്ങനത്തെ ഒരു മനുഷ്യ ലോകത്തില്ല. കാരണം ഈ കൊന്ന പീതാംബരനും അതിന് തുല്യമാണ് ഇയാൾ നമ്മളോട് ചെയ്ത്. നമ്മളൊന്നേ കൂടെ നിന്നൊരു മനുഷ്യനാണ്. അത്രയ്ക്കും മനുഷ്യത്വം ഇല്ലാത്തൊരു ഇത്രയും വയസ്സാങ്കാലത്ത് ചെയ്ത് കൂട്ടി അതിൻ്റെ ഫലം ഇവിടെ കാണും. കാരണം ആ ശിക്ഷക്കനുസരിച്ചിരിക്കും. ശിക്ഷ എത്ര കണ്ട് കടുപ്പമായിരിക്കും അത്ര കണ്ട് ഇയാളെ ഈ പ്രവർത്തനത്തിൻ്റെ രീതി ഇയാൾ വക്കീൽ പണി തന്നെ പോകുന്നതാണ് നമ്മൾ ഉദ്ദേശം. അയാൾ ഇവിടത്തേക്ക് തീരും. അയാൾ ജോലിയുമായിട്ട് പോവുക. ജനങ്ങൾ വെറുത്തു കഴിഞ്ഞു. എവിടെ പോയി കഴിഞ്ഞാൽ അയാൾക്ക് കണ്ടില്ല. അത്രയും നീച പ്രവൃത്തിയാണ് ചെയ്തത്. അത്രയും ജനങ്ങൾക്കോ ആർക്കും സഹിക്കാൻ പറ്റാത്ത ഒരു പ്രവൃത്തിയായിപ്പോയാണ്. ചതിവ്. ഈ കൊലപാതക കേസിൻ്റെ ആദ്യഘട്ടം മുതലുള്ള സർക്കാരിൻ്റെ സമീപനവും നിലപാടുകളും അത് ആർക്കൊപ്പമായിരുന്നു, എങ്ങനെ കാണുന്നതിന്? അല്ല, സർക്കാർ പിന്നെ അവരെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് മാത്രം തുനിഞ്ഞവരാണല്ലോ. അല്ല, സർക്കാർ ആ പാർട്ടി തന്നെ
ഈ ഗൂഢാലോചന ഇത് ചെയ്തിട്ടാകുമ്പോൾ അവരെ രക്ഷിക്കുക എന്നുള്ളത് മാത്രമേ അവർക്കുള്ളൂ, വേറൊന്നുമില്ല. അവരെ പിടിക്കപ്പെട്ടുകൂടാ. അത് കേരളത്തിൽ നടക്കുന്ന എത്രയോ ആയിരക്കണക്കിന് കേസുകളുണ്ട്, എവിടെയാണ് പിടിക്കപ്പെടുന്നില്ല? എത്ര കൊലപാതക കേസുകളുണ്ട്, എവിടെയാണ് ശിക്ഷിക്കപ്പെടുന്നില്ല? അത് ഇവരെ നയം തന്നെയല്ലേ, കൊല്ലുക, പ്രതികളെ ആരെങ്കിലും ഹാജരാക്കുക, അങ്ങനെ രക്ഷപ്പെടുത്തിക്കൊണ്ട് ക്രിമിനലെ നാട്ടിലിറക്കുക, ഇവരെ കൊണ്ട് ഭരണം പിടിക്കുക. അപ്പോൾ നാട്ടിലെന്ത് ഇത്തരം ഭയാനകം ഉണ്ടാക്കുക, ഇങ്ങനെ പാർട്ടി ഗ്രാമങ്ങൾ ഉണ്ടാക്കുക, ഇങ്ങനത്തെ ഒരു സിസ്റ്റമാണ് അവർ കൊണ്ടുപോകുന്നത്. പക്ഷേ ഇവിടെ നമ്മളതിന് ഭയപ്പെട്ടില്ല, ശക്തമായി പോരാടി. നമ്മളെ സമൂഹം തന്നെ നമ്മൾ കൂടെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഈ സാമ്പത്തികമായി ഒരുപാട് പരാതി ഉണ്ടെങ്കിലും സർക്കാരിൻ്റെ കോടിക്കണക്കിന് രൂപ എടുത്തിട്ട് ഇവർ ചിലവാക്കി സർക്കാരിനെതിരെ അവർക്ക് വേണ്ടിയിട്ടാണ് വാദിക്കുന്നത്. വിരോധാഭാസം എന്ന് പറഞ്ഞാൽ പറയാൻ പറ്റില്ല. നീതിയോ സത്യസന്ധതയോ ഇല്ലെങ്കിൽ ഒരു മനുഷ്യത്വമോ ഇല്ലെങ്കിൽ ജനാധിപത്യ രീതി ഒന്നുമില്ലാത്തൊരു സർക്കാരാണ് ഈ ജനങ്ങൾ കാണുന്നില്ലേ. അതുപോലെ നിങ്ങൾ മീഡിയക്കാരോ മറ്റുള്ളവരെ ഇത് പുറത്ത് വിടുമ്പോൾ കാര്യങ്ങളൊക്കെ മനസ്സിലാകുന്നു. അതിന് തടയിടാനും കൂടി ശ്രമിക്കുന്നുണ്ട് അവർ. ഇത്രയും ദൂരെ നിന്ന് ഇവിടെ വന്ന ഈ വിധി പ്രസ്താവം അത് നേരിട്ട് കേൾക്കാൻ തന്നെയാണോ? അതിൽ എത്രത്തോളം പ്രതീക്ഷയാണുള്ളത് ഇന്നത്തെ ഒരു വിധി? അല്ല, ഇന്നത്തെ വിധിയിൽ വളരെയധികം പ്രതീക്ഷയുണ്ട്. 2 വർഷം വിചാരണ നടക്കുന്നു. 6 വർഷമായി ഈ സംഭവം കഴിഞ്ഞിട്ട്. അന്ന് അന്വേഷണം തുടങ്ങിയിട്ട് ഇന്നേക്ക് വിചാരണ പൂർത്തിയാകുമ്പോൾ 6ാമത്തെ വർഷമാണ്. 2 മാസം കഴിയുമ്പോൾ 6 വർഷം തികയുന്നു. ഇതിന് ഇത്രയും പ്രവർത്തിച്ചിട്ടും ഇത്ര പ്രയാസങ്ങളും അനുഭവിച്ചിട്ടും ഈ കേസ് ഇവിടെ വരെ കൊണ്ടെത്തിച്ചിട്ട് അതിൻ്റെ വിധി നേരിട്ട് കേൾക്കുക, അവരെ എത്ര കണ്ട് തടങ്കലിലാക്കാൻ പറ്റുന്ന രീതിയിൽ ഉണ്ടോ, അതാണ് നമ്മൾക്ക് ആകെ ഒരു സംതൃപ്തി, സന്തോഷം. എൻ്റെ ജീവിതത്തിൽ നമ്മൾക്ക് ഇല്ല. മക്കൾ പോയി ഇനി തിരിച്ചു കിട്ടൂല. നാളെ ഇങ്ങനെ ആർക്കും ഈ ദുരിതം വരുത്. ഈ ശിക്ഷയാണ് ഒരു പാഠം. ഈ രാഷ്ട്രീയ കൊലപാതകത്തിൻ്റെ ഒരു പാഠമാകട്ടെ ഈ ശിക്ഷ. അതിനു വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നു, അതിനുള്ള പ്രവർത്തനം നടത്തിയിട്ടുണ്ട്, കിട്ടും, ഉറപ്പാണ് എന്നതിൽ ഒരൊറ്റ വിശ്വാസം ആ കോടതിയിൽ അർപ്പിച്ചുകൊണ്ടാണ് നമ്മൾ ഇതുവരെ നിൽക്കുന്നത്. ഇത് തന്നെയായാലും നീണ്ട നിയമ പോരാട്ടത്തിലൂടെ ഇത് ഈ കൊലപാതക രാഷ്ട്രീയത്തിന് അറുതി വരുത്താൻ വേണ്ടിയുള്ള ഒരു പോരാട്ടം കൂടിയായിരുന്നു. മക്കൾ മരിച്ചതോടെ ഇനി സന്തോഷമില്ല, എന്നാൽ ഒരു ആത്മസംതൃപ്തി, ആ തൃപ്തിക്ക് വേണ്ടിയാണ് ഇത്രയും പോരാട്ടം നടത്തിയത്. അത് സമൂഹത്തിനാകെ ഗുണം ചെയ്യുന്ന തരത്തിലുള്ള ഒരു നല്ല സന്ദേശം പകരുന്ന തരത്തിലുള്ള ഒരു വിധിയാവട്ടെ എന്നതാണ്. അതോടൊപ്പം തന്നെ സർക്കാരിൻ്റെ നിലപാടിലുള്ള കടുത്ത അതൃപ്തി തന്നെയാണ് ഇവിടെ പറയുന്നത്. അതിൽ സർക്കാർ എന്നും പ്രതികൾക്കൊപ്പമായിരുന്നു, കുറ്റവാളികളെ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള പോരാട്ടമായിരുന്നു. അതിനെതിരെയുള്ള ഒരു പോരാട്ടം കൂടിയാണ് നടത്തിയത്. അതിനുവേണ്ടി സർക്കാർ ചിലവഴിച്ച തുക പ്രതികളെ രക്ഷിക്കാൻ വേണ്ടിയായിരുന്നു. എന്നിട്ടും ഹൈക്കോടതിയെ മറ്റും സമീപിച്ചുകൊണ്ടാണ് CBI അന്വേഷണം കൊണ്ടുവന്നത്. ഇപ്പോൾ അതിൻ്റെ ഒരു വിധി പ്രസ്താവത്തിലേക്ക് കടക്കുമ്പോൾ തികഞ്ഞ ആത്മവിശ്വാസത്തോടെ നല്ല പ്രതീക്ഷയോടെ തന്നെയാണ് ഈ 2 പേർ, ശരത്ലാലിൻ്റെ ആയാലും കൃപേഷിൻ്റെ ആയാലും പിതാക്കൾ ഈ വിധി കേൾക്കാനായി കൊച്ചിയിലെത്തിയിരിക്കുന്നത്. ശരി, എന്തായാലും രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്ന ഒരു വിധി തന്നെയാണ് ഇന്ന് കൊച്ചി CBI കോടതിയുടെ ഭാഗത്ത് നിന്നും ഉണ്ടാവാൻ ഇരിക്കുന്നത്. സുധീഷ് ഗോപാലാണ് അവിടെ നിന്ന് ചേർന്നത്.